അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ജിസുമോളുടെ ബാക്ക് ടു സ്കൂളാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ബ്രദർ, അതായത് അവളുടെ മാമ, അച്ഛമാമ എന്ന് പറയും, അച്ഛമാമയുടെയും അതുപോലെ തന്നെ മാമിയുടെയും വകയാണ് അവളുടെ എല്ലാ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലേക്കുള്ള എല്ലാ സംഭവങ്ങളും. അപ്പോൾ അതിന് വേണ്ടിയായിട്ട് ഞങ്ങളിവിടെ മോളിൽ വന്നേക്കാണ് വാങ്ങിക്കാനായിട്ട്. അപ്പോൾ അവളും എല്ലാവരും ഉണ്ട്, അനിയത്തിയും ഒക്കെ കൂടി ഇങ്ങോട്ട് എല്ലാവരും കൂടിയിട്ടുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല രസമായിരുന്നു. കുറേ ദിവസത്തിയിട്ട് നമ്മളെല്ലാവരും കൂടെ ഒത്തുകൂടിയിട്ടുള്ള ദിവസമാണ്. അപ്പോൾ ഇവിടെ ഓരോന്നും സെലക്ട് ചെയ്യുന്ന സംഭവങ്ങളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതൊക്കെ കാണുമ്പോൾ ഉണ്ടല്ലോ റബ്ബേ, നമുക്ക് എന്തെല്ലാം സാധനങ്ങളാണല്ലേ. നമ്മൾ പഠിക്കുമ്പോൾ വല്ലതുണ്ടോ? അയ്യോ എന്ത് ഭംഗിയാണ് കാണാനായിട്ട്. കൊതിയായിട്ട് പാടില്ല. ഞാനെന്നിട്ട് ബോക്സൊക്കെ കണ്ടപ്പോഴേ എന്തു ഭംഗിയാണ്, ഒരെണ്ണം വാങ്ങിച്ചിട്ട് എനിക്ക് കൈ പിടിക്കായിരുന്നു എന്ന് തോന്നി. അത്രയ്ക്കും നല്ല ഭംഗിയായിട്ട് കാണാനായിട്ട് ഓരോ ഐറ്റംസും. സാധാരണ നമ്മുടെ ഷാർപ്നറും അതുപോലെ തന്നെ റേസറൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൊതിയാവും, അവർക്ക് കൈ കൊടുത്തേക്കാൻ തോന്നില്ല. അത്രയും ക്യൂട്ടായിട്ടുള്ള സംഭവങ്ങൾ. അതുപോലെ ടിഫിൻ ബോക്സ് തന്നെ എത്ര വെറൈറ്റി ടിഫിൻ ബോക്സ് ആണല്ലേ. ഇപ്പോൾ നമ്മൾ പഠിക്കുമ്പോൾ വല്ലതുണ്ടോ? എന്താണല്ലേ. അപ്പോൾ ഒരുപാട് ഐറ്റംസ് നമ്മൾ ഇവിടെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഞങ്ങൾ 2 സ്ഥലത്തു നിന്നായിട്ടാണ് സാധനങ്ങൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒന്ന് ഞങ്ങൾ മാളിലും കയറി, പിന്നെ ഞങ്ങൾ എന്ത് ചെയ്തു, പുറത്തുനിന്ന് വാങ്ങിച്ചു കേട്ടോ. അപ്പോൾ നമ്മൾ കൂടുതലും വാങ്ങിച്ചത് ഞങ്ങൾ പുറത്തുനിന്ന് തന്നെയാണ്. അപ്പോൾ എല്ലാ സാധനങ്ങളും ഞങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞു. പക്ഷെ അത് കാണിക്കാൻ ഞങ്ങൾക്ക് അതിൻ്റെ ഉള്ളിൽ എന്തെല്ലാം ഐറ്റംസ് ഉണ്ടെന്ന് കാണിക്കാനുള്ള ഒരു സാവകാശം കിട്ടിയില്ല കേട്ടോ മോൾക്ക്. അപ്പോഴേക്കും നല്ല പനി പിടിച്ചു. ഇപ്പോൾ ഞാൻ ഈ വോയിസ് ഓവർ ചെയ്യുന്നത് തന്നെ ഹോസ്പിറ്റലിൽ വെച്ചിട്ടാണ്. കാരണം അവളിപ്പോൾ അഡ്മിറ്റാണ്. അത്രയ്ക്കും സന്തോഷത്തോട് കൂടിയിട്ടാണ് എല്ലാ സംഭവങ്ങളും ഒക്കെ ഒരുക്കി വെച്ചിട്ടുള്ളത്. പക്ഷേ ഫസ്റ്റ് ദിവസം നമുക്ക് സ്കൂളിലേക്ക് പോകാനായിട്ട് പറ്റിയില്ല, അഡ്മിറ്റാണ് അവൾ. അപ്പോൾ എല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്തുക. ഭയങ്കര സങ്കടം തോന്നി. അത്രയും സന്തോഷത്തോട് കൂടിയിട്ട് എല്ലാ സാധനങ്ങളും ഒരുക്കി എല്ലാ ദിവസവും എടുത്ത് നോക്കും, എല്ലാ സംഭവങ്ങളും, കൊടയും ടിഫിൻ ബോക്സും ബാഗും ഒക്കെ. ഞാൻ ചീത്ത പറഞ്ഞിട്ട് എന്നിട്ട് മാറ്റി വെക്കും. അപ്പോൾ സ്കൂളിൽ പോയതുകൊണ്ട് ആ സന്തോഷം കൊണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ബാക്ക് ടു സ്കൂള്. അത്രയും സന്തോഷത്തോട് കൂടിയിട്ട് എടുത്തു വെച്ചിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു കേട്ടോ, പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ഹോസ്പിറ്റലിലായിരുന്നിട്ട് ഞാനിത് പോസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.